ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെയും വിവേകിൻ്റെയും ഫോട്ടോഷൂട്ട് നടത്തുന്നത് ശ്രീനാഥ് ദൂരെ എന്ന് കാണുന്നുണ്ട്. ശ്രീനാഥിന് അത് കാണുമ്പം വളരെയധികം വിഷമമാകുന്നുണ്ട്. താൻ ഏറ്റവും അധികം സ്നേഹിച്ച് തൻ്റെ ഭാവി വധുവാക്കണമെന്ന് വിചാരിച്ച വർഷ ഇന്ന് വിവേകിൻ്റെ സ്വന്തമാകുന്നത് കാണുമ്പം ശ്രീനാഥിന് വിഷമം താങ്ങാനാകുന്നില്ല. അങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്ന ശ്രീനാഥിൻ്റെ അരികിലേക്ക് അഭി വരുന്നുണ്ട്. അഭിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് പറയുന്ന സമയത്ത് ശ്രീനാഥ് അത് കേൾക്കാനോ വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്നാലും അഭി പറയുന്നുണ്ട്, ഈ സമയം പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എനിക്ക് ശ്രീയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അഞ്ജു അഭിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, പിന്നെ വരാൻ, ഞാൻ ഇപ്പം തിരക്കിലാന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, നീ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ശ്രീനാഥ് പറയുന്നുണ്ട്, താനങ്ങോട്ട് പോ, തന്നെ അവർ വിളിക്കുന്നുണ്ട്, എന്തോ കാര്യമുണ്ട്, എനിക്ക് തൻ്റെ കൂടെ ഇപ്പോൾ സംസാരിക്കാനും പറ്റിയ സാഹചര്യം അല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം മനസ്സില്ലാ മനസ്സോടെ അഭി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അഭിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് ശ്രീ അഭിയെ ഒഴിവാക്കുന്നതാണെന്ന്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ശ്രീനാഥ് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആരോടും തന്നെ പറയാതെ ഒരു ബാറിലേക്ക് പോയിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ഇതൊന്നും വേറെ ആരും അറിയുന്നില്ല. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഞ്ചു ശ്രീയേട്ടനെ എവിടെയും കണ്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് വർഷയും വിവേകും എല്ലാവരും ശ്രീ ഇവിടെ ഇല്ലെന്ന് മനസ്സിലാകുന്നത്. ആ സമയം വർഷ വിചാരിക്കുന്നുണ്ട്, ശ്രീക്ക് പഴയതുപോലെ ഇനി മറവി വന്ന് ഇനി എങ്ങോട്ടേക്കെങ്കിലും പോയി കാണുമെന്ന് വിചാരിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ശ്രീ ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ശ്രീക്ക് അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, എവിടെ ആണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിവേക് ശ്രീയെ തിരക്കി പോകുന്നുണ്ട്. ആ സമയം വർഷയും അഭിയും പറയുന്നുണ്ട്, ഞങ്ങളും കൂടി തിരക്കാൻ വരാമെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, നിങ്ങളാരും വരണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരിയെന്ന് പറഞ്ഞുകൊണ്ട് വിവേക് ശ്രീയെ തപ്പി പോകുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്ന സൈറ്റിലുണ്ടായിരുന്ന ആളുകളോടെല്ലാം എല്ലാം തിരക്കി ശ്രീനാഥ് എവിടെയാണെന്ന കാര്യം വിവേക് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ വിവേക് ചെല്ലുന്ന സമയത്താണെങ്കിൽ ശ്രീയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. മദ്യപിച്ചതിൻ്റെ കാശ് അവർ ചോദിക്കുന്ന സമയത്ത് ശ്രീ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്, അങ്ങനെ വിഷമം മാറ്റാൻ വേണ്ടിയാണ് മദ്യപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വിഷമം മാറ്റിയാലും ഇല്ലേലും എത്രയും പെട്ടെന്ന് പൈസ തന്നിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുള്ളതാണെന്നും പറഞ്ഞ് വെയിറ്റർ ഒരുപാട് ചൂടാവുന്നുണ്ട്. ആ സമയത്ത് ശ്രീ ഒരു മദ്യക്കുപ്പി എടുത്ത് വെയിറ്ററിൻ്റെ തലയ്ക്കടിക്കാൻ വരുന്ന സമയത്ത് വിവേക് ശ്രീയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുപ്പി താഴെ വെക്കുന്നുണ്ട്. അങ്ങനെ വിവേക് അടുത്ത് ചെന്നിട്ട് ശ്രീയോട് പറയുന്നുണ്ട്, താനിപ്പം കാണിച്ചത് ഒട്ടും ശരിയായില്ല, വർഷയുടെ ഏറ്റവും നല്ലൊരു ദിവസം താൻ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിവേകും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് നടത്താനുള്ള ക്യാമറാമാനും ചേർന്ന് എങ്ങനെയെങ്കിലും ശ്രീനാഥിനെ കൂട്ടി വർഷയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. വർഷയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് വർഷ വിചാരിക്കുന്നുണ്ട് ശ്രീക്ക് വയ്യാതായതാണെന്ന്. പിന്നീട് അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീ മദ്യപിച്ചതാണെന്ന്. ആ സമയം വല്ലാതെ കരഞ്ഞുകൊണ്ട് വർഷ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ചെയ്തത് ഇപ്പോൾ ഒട്ടും ശരിയായില്ല, ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് ശ്രീയേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് പറയുന്ന സമയത്ത് അഞ്ചു പറയുന്നുണ്ട്, ശ്രീയേട്ടൻ തന്നെയല്ലേ പറയുന്നത് ഞങ്ങളെല്ലാവരും പെങ്ങന്മാരെ പോലാണ് കാണുന്നതെന്ന്, എന്നിട്ട് ഞങ്ങളെല്ലാവരെയും ഇതുപോലെ ഈ ഒരു വഴിക്ക് കൊണ്ടുവന്ന് നിർത്തിയേം വെച്ച് ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഞ്ജുവും ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ശ്രീക്കാണെങ്കിൽ കുറ്റബോധം കൊണ്ട് അഞ്ജുവിനെയും വർഷയോടൊക്കെ മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും വർഷ ശ്രീയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. നീ എന്തായാലും എൻ്റെ മുഖത്തേക്കെങ്കിലും നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ശ്രീ ഇപ്പം ഒട്ടും ഓക്കെ അല്ല, എന്തായാലും അയാൾക്ക് നാളെ ബോധം വീഴുന്ന സമയത്ത് അയാളോട് സംസാരിക്കുന്നതാണ് ശരി, നിങ്ങളിങ്ങനെയൊക്കെ ചൂടാവുന്ന സമയത്ത് ഇനി അയാൾ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് പിന്നീട് പാടാവുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീയെ ഒരു കസാരയെ കൊണ്ടിരുത്തുന്നുണ്ട്. ഇനി ഈ കോലത്തിൽ സ്ത്രീയെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നാൽ വസുന്ധര ആൻറ്റി ദേഷ്യപ്പെടുമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് നാച്ചുറോപ്പതി സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി വർഷയും വിവേകം തീരുമാനിക്കുന്നുണ്ട്. ആ സമയം അഭി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെല്ലാവരും പോവാം, ഞാൻ ശ്രീയേട്ടനെ കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അഡ്മിറ്റ് ആക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം വർഷ പറയുന്നുണ്ട്, നീയും അഞ്ജുവും ശിവയും വീട്ടിൽ പോയാൽ മതി, ഞങ്ങൾ തന്നെ ശ്രീയേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയും വിവേകും ശ്രീയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് അഞ്ജുവും ശിവയും അഭിയും വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ വസുന്ധര ആൻറ്റി ആണെങ്കിൽ ഒരുപാട് വൈകിട്ട് ഇവരാരും തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം വിവേകിനെ വിളിക്കുന്നുണ്ട്. വിവേക് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ വസുന്ധര ആൻറ്റി ഉറങ്ങിയ പോലും ചെയ്യാതെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയം മല്ലിക വന്ന് പറയുന്നുണ്ട്, ഈ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് ഒരുപാട് താമസിക്കും, ആൻറ്റി എന്തായാലും പോയി കിടന്നുറങ്ങാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അവരത് കേൾക്കുന്നില്ല. എന്തായാലും എൻ്റെ മകൻ
ഡിന്നർ കഴിക്കാൻ എൻ്റെ കൂടെ കാണുമെന്നാണ് എനിക്ക് വാക്ക് തന്നത്. അവൻ വന്ന് അവൻ്റെ കൂടെ ആഹാരം കഴിച്ചിട്ടേ കിടക്കുന്നുള്ളെന്നും പറഞ്ഞുകൊണ്ട് വസുന്ധര ആൻറ്റി കാത്തിരിക്കുന്നുണ്ട്. ഇതേ സമയം അഞ്ജുവും അഭിയും ശിവയും വന്നു കഴിഞ്ഞിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. വസുന്ധര ആൻറ്റീനെ കണ്ടുപിടിക്കുമെന്നൊരു പേടിയുണ്ട്. ആ സമയത്ത് അവരെല്ലാം പുറത്തിരിക്കാൻ ശ്രമിച്ച സമയത്ത് ശിവയാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വസുന്ധര ആൻറ്റി വന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വിടാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം അഭി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശ്രീയേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. വസുന്ധര ആൻറ്റി എന്തായാലും വിവേകിനെയും വർഷയും കണ്ടു കഴിയുമ്പം എന്നെ അങ്ങനെ തിരക്കാനുള്ള സാഹചര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, അത് പറഞ്ഞത് ശരിയാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ശിവ പറയുന്നുണ്ട്, അവൾ എങ്ങനെയെങ്കിലും ശ്രീയേട്ടൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ശ്രീ അതിന് സമ്മതിക്കുന്നതുമില്ല. ഒന്നീ ശ്രീക്ക് വേറെ ആരോടോ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അഭിയെ ഇഷ്ടമല്ലെന്നൊക്കെ ഇങ്ങനെ ശിവ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പം വർഷയും വിവേകും ശ്രീയെ കൂട്ടി വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും ശ്രീയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ സാധിച്ചു കാണില്ല. അങ്ങനെ വസുന്ധര ആൻറ്റി പുറത്തില്ലാത്തത് കൊണ്ട് തന്നെ നേരെ ശ്രീയെയും വർഷയുടെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് വിവേക് അകത്തേക്ക് വരുന്ന സമയത്ത് വസുന്ധര വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല ഇത്രയും വൈകിയതിൻ്റെ കാരണങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് വിവേക് വസുന്ധര ആൻറ്റിയെ സോൾവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിൽ ശ്രീനാഥിനെ അകത്തേ കൊണ്ടുപോയിട്ട് ടാബ്ലറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം അഞ്ജുവും ശിവയൊക്കെ പരിഭവം പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, തക്കാലം ഒന്നും പറയണ്ട, ശ്രീയുടെ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ശിവ പറയുന്നുണ്ട്, അത് നടക്കില്ല, എന്തായാലും ഇതുപോലൊരു പരിപാടി ചെയ്തത് ഒട്ടും ശരിയായില്ല, ശ്രീ അത് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് ശിവ ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീ അതിൻ്റെ കാരണം പറയുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.